അണ്ണാ എടുക്കണോ താഴെ അണ്ണാ എടുക്കണോ അയ്യോ കടിച്ചാല് കടിക്കത്തില്ല ഉറപ്പാണോ റോബോപ്പട്ടി കുഞ്ഞുണ്ട് ഹായ് ഹൗ ആർ യു ടാറ്റ നമസ്കാരം സുഹൃത്തുക്കൾ നമ്മളിവിടെ കോന്നി ഫെസ്റ്റിലാണ് കേട്ടോ തകർപ്പും പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറെ കാഴ്ചകളാണ് അപ്പോൾ മെമ്പർ സഹിതമാണ് ഇവിടുത്തെ കലാപരിപാടിയൊക്കെ ആയിട്ട് വന്നത് മെമ്പർ പറയൂ പൊക്കി പിടിച്ചു പോകാം എന്താണ് പരിപാടി എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ പരിപാടിയായിരുന്നു എന്തായിരുന്നു ഇന്നത്തെ പരിപാടി ഞാൻ കൈകൊട്ടിക്കളിയായിരുന്നു എത്ര വാർഡ് മെമ്പറാ ഞാൻ 18ാം വാർഡ് മെമ്പറാണ് കോന്നി പഞ്ചായത്തിൽ അല്ലേ കോന്നി പഞ്ചായത്തിലെ 18ാം വാർഡ് മെമ്പറാണ് ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു ചിറ്റൂർമുക്ക് അല്ലേ അപ്പോൾ എത്ര പേര് വന്നു നിങ്ങളോട് ഞങ്ങൾ 12 പേരുണ്ട് 12 പേര് ഇപ്പോൾ ഇവിടെ 2 4 6 8 ഉള്ളൂ ബാക്കി 4 കൊണ്ട് പോയി അതുണ്ടല്ലേ അത് കറങ്ങുന്നേ ഉള്ളല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും കൈകൊട്ടിക്കളിയൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു എന്താ എങ്ങനെയാ നിങ്ങളുടെ ചിറ്റൂർമുക്ക് കേന്ദ്രീകരിച്ച് സംഘം അങ്ങനെ വല്ലതും ആണോ സംഘമാണ് ചിലങ്ക ഗേൾസ് ഇളവള്ളൂർ പാലം ചിലങ്ക ഗേൾസ് അല്ലേ ചിലങ്ക ഗേൾസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് അല്ലേ അപ്പോൾ എത്ര പേര് 12 പേരെ ഉള്ളോ അല്ലാതെ 12 പേരേ ഉള്ളൂ 12 പേര് അല്ല വേറെ അതിന് സംഘാടകരും അങ്ങനെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല സപ്പോർട്ടിംഗ് ടീം ഒന്നും ഇല്ലേ ഓക്കെ അപ്പോൾ നടക്കുന്ന പരിപാടികൾ ഉഷാറല്ലേ അപ്പോൾ ഞാൻ അകത്തോട്ട് പോയി കാണട്ടെ ഇച്ചിരി ലേറ്റ് ആയി പോയി എന്തായാലും കാണാം ഓക്കെ അപ്പോൾ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ലേ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് ഉണ്ട് ഇവിടെ 80 രൂപ കാണാൻ ടിക്കറ്റ് അങ്ങനെ കുറേ പരിപാടികൾ കാണാം അപ്പോൾ ഇനി അകത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ച കാണാം നമുക്ക് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം അവിടെ വന്നാലും നമുക്ക് പോകാനൊക്കത്തുള്ളൂ വെയിറ്റ് ചെയ്ത ആളെത്തി വിനീത നൈസ് മീറ്റിംഗ് വിനീത എങ്ങനെയുണ്ട് ഫെസ്റ്റ് എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ നന്നായിട്ട് പോകുന്നു ഓക്കെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് സൺഡേ ആണ് ഈവനിങ് നല്ല തിരക്കുണ്ട് അപ്പോൾ തിരക്കിപ്പോ ഞാൻ 9 മണിയായി ലേറ്റ് ആയി വന്നു അല്ലേ കുറച്ച് വണ്ടികളാണ് ഒരുപാട് പേര് വന്നു പ്രോഗ്രാംസിന്റെ ഒക്കെ തിരക്കിലാണ് അപ്പം നമ്മൾ ആ ഒരു നമുക്ക് ഓടിച്ചൊന്ന് കാണിച്ചിട്ട് പോകാം ജസ്റ്റ് നമുക്കൊന്ന് കാണിച്ചേക്കാം ഓക്കെ അപ്പോൾ ചേട്ടന്മാരൊക്കെയാണ് ചേട്ടാ ഹായ് എനിക്ക് കൈ തന്നില്ല കണ്ടോ കണ്ടിട്ട് പോവാന്ന് എല്ലാവരും ഏച്ചി അപ്പോൾ കണ്ടിട്ട് പോവാണ് അപ്പോൾ എന്തായാലും ഫെസ്റ്റിനകത്ത് അതായത് അടിപൊളി ഫെസ്റ്റാണ് കോന്നിയിൽ പലതരത്തിലുള്ള ഫെസ്റ്റുകളും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ വെറൈറ്റി പരിപാടികളാണ് ഹായ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഉള്ളൊരു ഊഞ്ഞാലാണ് ഈ ഊഞ്ഞാലിന്റെ കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഊഞ്ഞാൽ ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഇരിക്കാൻ അത്രയും സ്പേസ് ഉണ്ടല്ലേ ഹായ് ആടിയോ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണല്ലേ എവിടെ എങ്ങനെ പേരെങ്ങനാ അശ്വതി എവിടെ വീട് മട്ടക്കുളഞ്ഞി അതെവിടെ അല്ലേ ഓക്കെ ഫാമിലി ആയിട്ട് വന്നല്ലേ ഓക്കെ അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപാടി അല്ലേ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനിയും ഇങ്ങോട്ട് വാങ്ങിൽ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് പൂക്കളുണ്ട് ഇതൊക്കെ വെറൈറ്റി ആണല്ലോ സംഭവങ്ങൾ അതെ വെറൈറ്റി എന്ന് പറയാം പക്ഷേ ഇവിടെ എന്താണ് ഞാനിവിടെ ഇന്ന് ഇത്തവണത്തെ കോന്നി ഫെസ്റ്റിൽ എനിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാര്യം ഞാനൊരു കോന്നിക്കാരിയാണ് ബേസിക്കലി പക്ഷെ ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നമ്മളൊരു പ്രവാസിയായിരുന്നു നമ്മൾ ചെറുപ്പം തൊട്ട് കഴിഞ്ഞ ലാസ്റ്റ് 10 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കോന്നി ഫെസ്റ്റ് അല്ലേ ഒരു സെക്കൻഡ് അതിനിടയ്ക്ക് ഞാൻ ഇവിടുത്തെ ഒരു കാഴ്ച ഇത് നോക്കിയേ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വിഷ്വൽ സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഞാൻ കാണിക്കാം ഈ ഫോട്ടോ ഞാൻ എല്ലാവരും കാണിക്കാം ഫോട്ടോ എടുക്കും അല്ലേ ഇവിടെ സെൽഫി എടുത്തോണ്ടിരിക്കുകയാണ് എങ്ങനെ പേരെങ്ങനാ പേര് പറ എന്ത് പരിപാടിക്ക് വന്നാണോ പരിപാടി ഉണ്ടായിരുന്നു പേരെങ്ങനെ പരിപാടി കണ്ടോ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെൽഫി ആയേക്കല്ലേ ഓട്ടോ പറ്റിയ സെൽഫി ഓട്ടോ അതായത് രസമുണ്ടോ അത് നല്ല കാര്യമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ കുറെ ആൾക്കാർക്ക് കിട്ടുന്നു ചോദിക്കുന്നില്ല പ്രോഗ്രാമിന് കോസ്റ്റ്യൂമോട് കൂടി തന്നെയാണ് നല്ലൊരു വിഷ്വൽ എഫക്റ്റ് ആണ് ഓക്കെ കണ്ടേ കാണാം ഓക്കെ അപ്പോൾ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹായ് നമസ്കാരം എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് കയറിയതുള്ളൂ അതോ ഓക്കെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയത് ചേട്ടാ താടി കൊള്ളാമല്ലോ സെറ്റിംഗ് അല്ലേ ഞാനറിയില്ല ചേട്ടൻ പേരെങ്ങനെ രവി അല്ലേ എങ്ങനെയുണ്ട് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇത് ഫുള്ളാ ഗാർഡൻ ഇത്രയും ഓക്കെ അപ്പോൾ എന്തായാലും പോകട്ടെ നാടെവിടാ കോട്ടയം കുറവലങ്ങാട് അല്ലേ കുറവലങ്ങാടുകാരനാണ് അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഇതിനകത്തൊരു വലിയൊരു എന്താ ഇതിനെന്താ പറയുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല പറഞ്ഞു കേറി ഇറങ്ങാം പിന്നെ ഫോട്ടോസ് എടുക്കേണ്ടവർക്ക് ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു ഫോട്ടോ ഫോക്കസിന് വേണ്ടി ചെയ്തിരിക്കുന്നത് അല്ലേ നല്ല രസമുണ്ട് വെറൈറ്റിയാണ് അതെ ഇത് കണ്ടില്ലേ റെയിൻബോ ആ ഒരു കൺസെപ്റ്റ് റെയിൻബോ കൺസെപ്റ്റിൽ വന്നിട്ട് ഒരു ഊഞ്ഞാൽ വന്നിട്ടുണ്ട് എന്തായാലും വെറൈറ്റിയാണ് സംഭവം അപ്പുറത്ത് ഗാനമേളയും കാര്യങ്ങളും സ്റ്റോളുകൾ തുടങ്ങുകയാണ് ഇവിടെ തൊട്ട് നമ്മുടെ സ്റ്റോളുകൾ ആരംഭിക്കുകയാണ് അതെ ഒരുപാട് ഇനം ഇത്തവണ ഒരുപാട് വെറൈറ്റി ഇനത്തിലുള്ള പുഷ്പങ്ങളുണ്ട് മുന്നോട്ട് പോകാം ബാക്കിയുള്ളത് കണ്ടു ഓക്കെ ഹലോ ചേട്ടാ എന്നാ ഉണ്ട് ഇങ്ങനെ ഇരുന്നാ മതിയോ
കച്ചവടമൊക്കെ നടക്കണ്ടേ? പേരെങ്ങനാ? ഏത് കമ്പനിയാണ്? ഞങ്ങൾ വുഡ് ലുക്ക് ഡിസൈൻ ഫർണിച്ചർ വുഡ് ലുക്ക് ചിക്കൻ ഫർണിച്ചർ അല്ലേ? അപ്പോൾ എന്തായാലും ഫർണിച്ചറിന്റെ പരിപാടിയൊക്കെ നടക്കട്ടെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വിശാലമായിട്ടുള്ള അടിപൊളി ഫർണിച്ചറുകളുണ്ട്. എന്തെങ്കിലും ഡിസ്കൗണ്ടുകളൊക്കെ ഉണ്ടോ? വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ് ടു 60%. എവിടുത്തുകാരാണ് നിങ്ങൾ? ഞങ്ങൾ മലപ്പുറമാണ്. കോട്ടയം അല്ലേ? മലപ്പുറത്ത് നിന്ന് ഇവിടെ അതെ അവർ ആ മാർക്കറ്റ് അതെ മലപ്പുറത്തു നിന്ന് പത്തനംതിട്ട മാർക്കറ്റ് അത്രയും ഉണ്ടെന്നുള്ള പക്ഷേ നമ്മൾ പത്തനംതിട്ടക്കാരെ ഒട്ടും മോശമല്ല, ഞങ്ങൾ ഇപ്പൊ ബിസിനസ്സുകളിലേക്ക് കടന്നുകയാണ്. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് മസാജിങ് അല്ലേ? മസാജ് തരുമോ അതോ മസാജ് അതെ വിൽപ്പന അല്ലേ? ശരിയല്ലേ? മസാജാണ്. അടിപൊളി മസാജ്. ഇത് എവിടുത്തെ ഏത്? ഇതിവിടെ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റ് ആണ്. 7 അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓരോ ശരീരത്തിന്റെ ഓരോരോ അവയവം. ഓക്കെ താങ്ക് യു. എന്താ വിലയാണ്? ഇത് 6000 രൂപയാണ് മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നത്. കമ്പനി നേരിട്ടുള്ള സെയിൽ കാരണം 50% ഡിസ്കൗണ്ട് ഉണ്ട്. 3000 രൂപയ്ക്ക് നമുക്ക് ഇവിടെ തരുന്നല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ എന്തായാലും പിന്നെ അടിപൊളി HP-യുടെ ലാപ്ടോപ്പിൽ സംഭവം ഒക്കെ ആയിട്ട് അവർ HP-കാരിരിക്കുന്നത്. എവിടുന്നാണ് നിങ്ങളുടെ ഷോപ്പ് എവിടെ? 10 HP അല്ലേ? ഇനി കൂടുതലൊന്നും പറയണ്ടല്ലേ? നിങ്ങളോ? നല്ല തണുപ്പല്ലേ? ഞാനല്ല ഇതിന്റെ സൂത്രധാരൻ. പേരെങ്ങനാ പറയൂ. എൻ്റെ പേര് യൂജിന്റെ വീട് എവിടെ? എറണാകുളം കൊച്ചി. കൊച്ചി എന്ന് പറയാം അല്ലേ? ചപ്പാത്തി ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് പൂച്ച എടുത്തിട്ട് പോകുന്നില്ല. ആരും എടുക്കുന്നില്ല. ഇങ്ങനെ ഫ്ലോറാ അല്ലേ? ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ട് വരുമോ? ഇദ്ദേഹത്തെ പിടിച്ചിട്ട് വരുമോ? ഇദ്ദേഹത്തിന്റെ പേരാണ് മില്ലുകാരൻ. കഴിഞ്ഞ ദിവസം അതെ കഴിഞ്ഞ ദിവസം ഡെമോ ആയിട്ട് വേണ്ട. ഞാൻ കൂടുതൽ ടൈമില്ല. ഞങ്ങൾ ഓടിച്ചൊക്കെ പോവാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ ഇനം വിത്തിനങ്ങൾ ഇവിടെ ലഭിക്കും. വേണ്ട ആവശ്യമുള്ളവർക്ക് വേണ്ട ചെടികളും, അതായത് ചെടിയുടെ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രി ഞാൻ ആദ്യത്തെ കച്ചവടം ഞാനാ വാങ്ങിച്ചേട്ടോ. ഞാനിവിടെ വന്ന് മമ്മിയും കച്ചവടം എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ഇത് നമുക്ക് സെക്കൻഡ് ഡേ ആയല്ലേ ഉള്ളൂ. അങ്ങോട്ടാവും ഉഷാറാകട്ടെ. ശംഖുപുഷ്പം ഏലക്കായി ചേർത്തുള്ളതാണ്. ഇത് പാലക്കാട് പനങ്കരപ്പെട്ടി. ഇത് 9 ചേരുവ ചേർന്നുള്ളതാണ്. ചുക്ക്, കുരുമുളക്, ജീരകം, ശംഖുപുഷ്പം ഏലക്കായി ചേർന്നുള്ളതാണ്. ഇത് തൊണ്ടവേദന കഫക്കെട്ടിനൊക്കെ 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു കട്ടയിടുക, തിളപ്പിക്കുക, കുടിക്കുക. നമുക്ക് കുട്ടികൾക്കൊക്കെ ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പൊട്ട് കൊടുക്കാം. ഇത് കാക്കിലോ 100 രൂപ. പാലക്കാടൻ കരിമ്പാണ്, അതായത് കരിമ്പാണ്. പരിപാടി കഴിഞ്ഞാ? എന്ത് പരിപാടിയായിരുന്നു? പറഞ്ഞോ. ഇതാരാണ്? പറഞ്ഞു. ടീച്ചറെ പറയൂ. ടീച്ചറെ കുട്ടികളുടെ പെർഫോമൻസ് നന്നായിരുന്നു. വെരി ഗുഡ് പെർഫോമൻസ് ആണ്. എങ്ങനെയാണ്? എന്തായിരുന്നു പരിപാടി? ഭരതനാട്യം. കുളിച്ചോ? ഗാന്ധി കിടുങ്ങോ? കോന്നി കിടുങ്ങോ? കിടുക്കണം. അതല്ലേ? ഓക്കെ നൈസ്. ഹായ്. എന്തെങ്കിലും പറയണ്ടോ? ഇല്ല. ഫെസ്റ്റ് എങ്ങനെയുണ്ട്? ബെസ്റ്റ് അടിപൊളിയാണ്. പരിപാടി കൂടെ വന്നാൽ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാല്ലേ? ഓക്കെ. പിന്നെ ഇവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അക്കുപഞ്ചർ പരിപാടിയൊക്കെ അല്ലേ? അക്കുപഞ്ചറല്ലേ? ബോഡി മസാജിങ് ക്വാളിറ്റി ഹെൽത്ത് പ്രൊഡക്ട്സ് ആണിത്. നമുക്ക് എന്തായാലും അവിടെ ആരും ഇല്ല. ഇവിടുത്തെ ആളാണോ? ഞാനാണ് ഇവിടുത്തെ ആളല്ലേ? ഞാനാണ് പ്രൊപ്പറേറ്റർ കമ്പനി വരുത്തിങ് അല്ലേ? ഒന്ന് പറയൂ. എന്താ മസാജ് കിടത്തിക്കൂ ഇവിടെ? എവിടുത്തുകാരാണ്? ഞങ്ങള് കമ്പനി വരുന്നത് എറണാകുളം കൊച്ചിയാണ് അല്ലേ? അതെ. പിന്നെ കാസർഗോഡ് തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ ആൾക്കാരും എത്തിയിട്ടുണ്ട്. പിന്നെ നല്ല തുണിയാണ്. 2 എടുത്താൽ 550 രൂപ. ഒരെണ്ണം എടുത്താൽ 999 രൂപ. അല്ല 4 എടുത്താൽ 4 999. 2 550 അല്ലേ? ഓ എന്റെ ചേട്ടാ എന്നോട് വിശേഷം? ഒന്നാണോ? എന്താ ചെയ്യാറ്? ഇങ്ങോട്ട് വന്നേ പറ. പറയൂ. ഇതൊക്കെ നമ്മള് സോഷ്യൽ മീഡിയസിലെല്ലാം വരുന്നതാണ്. നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നത് ശരിയല്ല. കുത്താമ്പള്ളി. നിങ്ങൾ ഓൺ പ്രൊഡക്റ്റ് ആണോ? ഓൺ പ്രൊഡക്റ്റ്. ചേച്ചി ഞാൻ എന്താണ് ചേട്ടാ പറയുന്നത്? ഞാൻ പറയാനുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നല്ല ഫാമിലി കോട്ട് ബെഡ്ഷീറ്റുകളൊക്കെ നല്ല ഓഫർ ഡിസ്കൗണ്ട് സെയിൽ ഉണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾ സ്വന്തമായിട്ട് കൈത്തറി നെയ്ത് കൊണ്ടുവരുന്നത്. തൃശ്ശൂർ കുത്താമ്പള്ളി എന്നുള്ള ടീമുകളാണ്. അവർ സ്വന്തമായിട്ട് കൈത്തറി കടയല്ലേ? കൈത്തറി പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതാണ്. ഞാൻ ഓഫർ എന്താ? ഓഫർ പറ. 2 550 രൂപ. കടയിൽ പോവാനല്ലോ? കടയിൽ പോവാണെങ്കിൽ ഇവിടെ വേണം ഓഫർ. ഇവരാണ് ഓഫർ അല്ലേ? ഇവിടെയാണ് 2 അത് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് അല്ലേ? ഓക്കെ. അതിൽ കൂടുതലായിരിക്കും അതിന്റെ റേറ്റ് അല്ലേ? ഓക്കെ അതൊക്കെ പോട്ടെ. വെറൈറ്റി ഇനം ചിപ്സുകളാണ്. വെറൈറ്റി ചിപ്സ് ഉണ്ട്. നമസ്കാരം.
പവറാണല്ലോ ചിപ്സ് ഒക്കെ എവിടുന്നുള്ള ഇതെല്ലാം മൈസൂർ ഐറ്റം. മൈസൂർ ഐറ്റം അല്ലേ? മൈസൂർ ഐറ്റം വന്നിരിക്കുന്നതാണ്. ഉണ്ട്, എരിവുണ്ട്, സ്പൈസിന്റെ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. നിങ്ങളുടെ വീട് എവിടെയാണ്? നമ്മൾ കൊല്ലം. കൊല്ലത്തുകാരാണ്. കൊല്ലത്തൂർ മൈസൂരിൽ പോയി സാധനം എടുത്തോണ്ട് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും വാക്കത്തേക്ക് ഉണ്ട് ഇഷ്ടം പോലെ. ഹലോ, ഹായ്, കവർ ചെയ്യും, സുഖമല്ലേ? ഓടിച്ചൊക്കെ പോകാം. ഹായ്, എന്തേ ഒരു ഹലോ, നമസ്കാരം. എന്താ എടുക്കുന്നത്? ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം? ആർക്കോ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ പേരെങ്ങനെ? ഷാജി. എവിടെ വീട്? കൊല്ലം. ഫെസ്റ്റ് എങ്ങനെ ഉണ്ട്? കൊല്ലം. പൊളിയാണല്ലേ? ഓക്കെ. അപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. ലേഡീസിന് വേണ്ട ലേഡീസ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ. എന്താണ് പറഞ്ഞത്? എന്തോ പറഞ്ഞല്ലോ? ബുക്സ് 50 രൂപയേ ഉള്ളൂ. 50 രൂപ ഈച്ച്. 50 രൂപ ഈച്ച്. ഒരു ബുക്കിനൊക്കെ 50 രൂപയൊക്കെ ഉള്ളൂ റേറ്റ് കാര്യം ഈച്ച്. ഹായ്, നമസ്കാരം. ഹായ്. പിന്നെ നല്ല അടിപൊളി അലുവയൊക്കെ ഉണ്ട്. അലുവ എന്തോ അടിയിലെടുത്ത് വെച്ച് മാറ്റുന്നത്. ഓക്കെ. അലുവയ്ക്കൊക്കെ എങ്ങനെ വില? കോഴിക്കോട് അലുവയാണോ? എന്റെ കോയ പറ, കോയ എന്നാ കോയ ഇത്? കോയ പറ, കോയ എവിടുത്തെ അലുവയാണ്? ഇത് കോഴിക്കോട് അലുവ. കോഴിക്കോട് അലുവ. അതാ ഞാൻ ചോദിച്ചു. കോഴിക്കോട് കോഴിക്കോടുണ്ട്, നമ്മളെ സ്പെഷ്യലായിട്ടുണ്ട്. സ്പെഷ്യൽ കാണിച്ചു. വെട്ടണ്ട കാണിച്ചാൽ മതി. മധുരം ഒരുപാട് പഞ്ചാര തിന്നുന്നുണ്ട്. മിൽക്കുണ്ടല്ലേ? വെറൈറ്റി ഇപ്പം വെറൈറ്റി ഫ്രൂട്ട്സുകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഹൽവ അവര് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എടുക്കുമല്ലോ പടത്തിൽ. പേരെങ്ങനെയാണ്? എൻ്റെ പേര് അനീഷ്. വെറൈറ്റി വാച്ചുകളും കാര്യങ്ങളും. എവിടെ വീട് വിടാം? കോട്ടയം. നമ്മൾ തുടർച്ചയായിട്ട് എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്നവരാണ്. എല്ലാ വർഷം വന്നുകൊണ്ടിരിക്കുക. ഇനി ഞാൻ വരും. ആയിക്കോട്ടെ. തുടർച്ചയായിട്ട് കോന്നി ഫെസ്റ്റിൽ വരാറുണ്ടോ? കഴിഞ്ഞ എത്ര വർഷമായിട്ടുണ്ട്? ഞാനിപ്പോൾ ഒരു 4 വർഷമായിട്ട് വരാറുണ്ട്. നമ്മുടെ പ്രമാണം ഇവിടെ കൂടാതെ നമ്മുടെ ഓണത്തിന് വരുന്ന ഫെസ്റ്റിലും പത്തനംതിട്ട. അതായത് കയർഫെട്ട് തൊട്ട് നടത്തിക്കൊണ്ടിരുന്ന അടൂർ പ്രകാശ് മന്ത്രിയായിരുന്ന സമയത്ത് സാറ് നടത്തിയ ആ കയർഫെട്ടിന് നേതൃത്വം കൊടുത്ത ആ ഫെസ്റ്റ് തൊട്ട് ഞങ്ങൾ കോന്നി വരാറുണ്ട്. ഈ പ്രാവശ്യം കുറച്ച് വെറൈറ്റീസ് സ്റ്റാളുകളുണ്ട്. വരുന്ന ആളുകൾക്ക് നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഡിസംബറിൽ നമ്മുടെ വെക്കേഷൻ ടൈമിൽ നമ്മുടെ ജനങ്ങൾക്കൊക്കെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. നമ്മുടെ കടയിലെല്ലാം നല്ല ഓഫർ റേറ്റിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഓൺലൈനിൽ കിട്ടുന്നതിനെക്കാട്ടിലും ചീപ്പ് റേറ്റിനാണ്. ഇപ്പം പൊതുവേ നമ്മുടെ പബ്ലിക് മുഴുവൻ ഓൺലൈനെ ആശ്രയിച്ചുള്ള ഇതാണ്. അതിനെക്കാട്ടിലും ചീപ്പ് റേറ്റിലാണ് അതേ സാധനം അതേ ചീപ്പ് റേറ്റിലാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ എല്ലാ ഫെസ്റ്റിവലിലും ഞങ്ങൾ പങ്കെടുക്കാറുള്ള പരിപാടിയാണ്. പക്ഷേ ആൾക്കാർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഈ ഫെസ്റ്റുകളിലൊക്കെ കിട്ടുന്ന ഐറ്റംസ് അതായത് വളരെ ചീപ്പ് റേറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ക്വാളിറ്റി കുറവാണ്. പക്ഷെ അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഏത് വാച്ച് വാങ്ങിച്ചാലും ഇടാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണിത്. ഇപ്പോൾ ടൈറ്റാൻ്റെ വാച്ച് വാങ്ങിച്ചാലും ആ വാച്ചിനകത്തിരുന്ന അതേ സെയിം മെറ്റീരിയൽ അതേ സെയിം വാച്ചിൻ്റെ ബാറ്ററിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളിലുള്ളതുകൊണ്ട് ഒരു സാധനത്തിൽ നമ്മൾ ഗ്യാരണ്ടി പറയാറില്ല. ബാറ്ററി വരും, ബാറ്ററി മാറിയാൽ മതി. അതങ്ങനത്തെ കോഡ്സ് വാച്ചുകളാണ് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത്. എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഗ്യാസ് ലീക്ക് ആയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. ഗ്യാസ് ലീക്കായ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് അല്ലേ? ഗ്യാസിൻ്റെ അളവറിയാൻ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന സാധാ റെഗുലേറ്ററാണ് വീട്ടിലുള്ളത്. ഒരു ലീക്കേജ് ഇവിടുത്തുണ്ടെങ്കിൽ നമ്മൾ വന്ന് ഓഫ് ചെയ്യണം. ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവില്ല. ഇതെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും. സേഫ്റ്റി വാൽവാണ്. അല്ലേ? ഗ്യാസിൻ്റെ അളവറിയാം, ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ്. ഗ്യാസിൻ്റെ അളവെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ഏറ്റവും അപകടം എന്ന് വെച്ചാൽ നമ്മുടെ സിലിണ്ടറിൽ എന്താണ് വാഷർ ലീക്കായിരിക്കും. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് അതൊരു വിഷയമില്ല. ഗ്യാസിൻ്റെ അപകടമൊന്നും ഉണ്ടാവില്ല. ഗ്യാസിൻ്റെ അളവ് ഇവിടെ അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പേരെങ്ങനെ? എൻ്റെ പേര് രഞ്ജിത്ത്. ഓക്കെ. അപ്പോൾ ഗ്യാസ് ലീക്ക് മാറ്റട്ടെ. എവിടെ നാടുവിടാം? തിരുവനന്തപുരം. ഓക്കെ. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അച്ചാറുണ്ട്. അച്ചാർ വാങ്ങിച്ചു? ഏതാ അച്ചാർ വാങ്ങിച്ചത്? ഇപ്പോൾ ഞാൻ മലയാളിയല്ല, ഞാൻ ഇന്ത്യക്കാരനാണ്. ഇന്ത്യൻ. ഓക്കെ, പറയൂ. ഹൗ യു ഫീൽ? ഐസേ ഹോ ഇധർ? इधर बहुत अच्छा है. बहुत अच्छा है. हाँ. इधर क्या काम कर रहे हो? इधर पोस्टल डिपार्टमेंट में. पोस्टल? हाँ. ओ, पोस्ट ऑफिस है? आपका घर किधर है? घर बिहार है. बिहार. ओह, नाइस. किधर है? पटना में काम करता है क्या? हाँ, इधर पहले इधर पूगांव में था. अभी ओमलूर पोस्ट ऑफिस में. ഓമല്ലൂർ അല്ലേ? ഓമല്ലൂർ അല്ലേ? വളരെ സന്തോഷം. ബീവി ബച്ചാ वो ये कजन है. ये कोनी पोस्ट ऑफिस में. കോന്നി. ये राजस्थान से है. ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ അച്ചാറുകളാണ്. അതാണ് ഇവരിപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണാം പോസ്റ്റ് ഓഫീസിലെ ഇങ്ങനെ ഇൻഡസ്ട്രിയിട്ട് ആൾക്കാർ വരുന്നത്. കാണുമായിരിക്കും, നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൻ പുറത്തൊന്നും വന്നിട്ടില്ലല്ലേ?
അപ്പോൾ എന്തായാലും ഓക്കെ, അതൊക്കെ പോട്ടെ. നല്ല അച്ചാറൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ. അച്ചാർ എവിടുത്തെ അച്ചാറാണ്? നല്ല രാജസ്ഥാൻ മുംബൈയുടെ അച്ചാർ, രാജസ്ഥാൻ മുംബൈ. മാങ്ങ അച്ചാർ, വെളുത്തുള്ളി, മുളക്, നാരങ്ങ, എല്ലാ വെറൈറ്റി 50 വെറൈറ്റി ഓഫ് അച്ചാറുണ്ട്. അവരും വന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തുവാ എന്നാ എഴുതി പിടിപ്പിക്കുന്നത്? നല്ല മറുപടിയാണ്. ഞങ്ങൾക്ക് വല്ലതും തരാനാണോ എഴുതി? ഞങ്ങൾക്ക് വല്ലതും തരാനുള്ള പരിപാടികളോ? പറയൂ. ഹലോ, അപ്രതീക്ഷിതമാണ് ഇപ്പോൾ. ഇത് വെർച്വൽ റിയാലിറ്റി VR അല്ലേ? പ്ലാനറ്റേറിയം, ഇന്ററാക്റ്റീവ് ആണ്, അങ്ങനെ കുറെ പരിപാടി. എത്ര രൂപയാണ് ഇത്? എല്ലാം കൂടെ 100 അതെ, VR വെർച്വൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ മറ്റേ ആ സാധനം ഇതേ പൂച്ച നോക്കട്ടെ. ഓക്കെ, ഓക്കെ. റിയാലിറ്റിയുടെ പരിപാടിയുടെ വെർച്വൽ റിയാലിറ്റിയുടെ പരിപാടിയാണ് കിട്ടോ. ഇത് ചോദിച്ചതാണ്. ഇവിടെ വലിയ സംബന്ധിച്ച് വെച്ച് നമുക്ക് അത്യാവശ്യം വെർച്വലായിട്ട് റിയാലിറ്റി കാണുന്നുണ്ട്. ഫോളോബോർഡ് പോകുന്ന അപ്പോൾ എന്നാ സംഭവം? നേരത്തെ പട്ടിക്കുഞ്ഞ് ഉണ്ടായിരുന്നു, റോബോ പട്ടി. അത് ഭയങ്കരമായിട്ട് റോബോ പട്ടിക്കുഞ്ഞ് ഇത് ഭയങ്കരമായിട്ട്. ഓ, ഇതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇല്ലില്ല, ഞാൻ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം. ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി. ഇതെന്നാ സംഭവം? വാട്ട് ഈസ് ദിസ്? ഇതെങ്ങനെ സംഭവം? ഹോളോഗ്രാം അല്ലേ? ഹോളോഗ്രാം അറിയാം, കേട്ടിട്ടുണ്ട് സംഭവം. ഹോളോഗ്രാം മറവില്ലേ? ഇതൊരു 4-seri ക്ലിപ്പാണ്. അതിൽ LED ലൈറ്റിൽ നമ്മൾ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് ഇതിലൊരു വൈഫൈ കണക്ട് ചെയ്ത് നമുക്ക് ഇതൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് ഒരു ഫാനല്ലേ? ഫാനാണ്. ഇത് സ്പിൻ ചെയ്യുന്നതനുസരിച്ച് ആ ഇമേജ് ഇവിടെ വരും അല്ലേ? സംഭവം കൊള്ളാം. ഓക്കെ, നൈസ്. നിങ്ങളുടെ എവിടെ വീട്ടിൽ? നാളെ എവിടാ? കോട്ടയം അല്ലേ? പോട്ടെ. ഹാപ്പി അല്ലേ? എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് ക്യാമറ കാണിക്കാൻ പറ്റുമല്ലോ. എടുത്ത് എന്നെ ഇതേ കൊണ്ടുപോവോ? ഞാനിത് എന്ത് ചെയ്യണം? നിന്ന് കൊടുത്താൽ മതി. ഈ സാധനത്തില് എവിടെ നിൽക്കണം? ഞാൻ തലി വെച്ചുതരാം. ഇത് പിടിക്കാനോ? രണ്ട് കൈ പിടിച്ചു. ഇത് ഓണാക്കണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്തത്. എൻ്റെ അണ്ണ ഇല്ല, കണ്ണ് കാണത്തില്ല. അല്ല, കണ്ണിൽ താത്ത് വെക്ക്. സംഭവം കൊള്ളാം കേട്ടോ. സംഭവം കൊള്ളാം. ചുടി ഇപ്പൊ സെറ്റായി. എന്റെ 2 കൈ ഉണ്ട് കേട്ടോ. അതെ. ഇല്ലില്ല, മൂവ് ചെയ്യുന്നില്ല. ഒരു ബ്ലർ. ഇപ്പൊ സെറ്റായി. ഇത് ഞെക്കണോ? മൂവ് ചെയ്യാൻ തുടങ്ങിയില്ല. ഇപ്പൊ മൂവ് ചെയ്യാൻ തുടങ്ങി. ക്ലിയറാ. എന്റെ അണ്ണോ, ഇത് ഭയങ്കര കേട്ടോ. ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെ. അയ്യോ, നമ്മൾ ശരിക്കും ഞാനൊരു കിളി വരുന്നു. അയ്യോ, കിളി നോക്കാനല്ലേ? സൈഡോട്ടോ? ഓഹോ, ഭയങ്കര. ബാക്കിൽ എന്തുവാ? അയ്യോ, ഇത് ഭയങ്കര കേട്ടോ. ക്യാമറ ഒക്കെ ഉണ്ടല്ലോ കേട്ടോ. ഇത് സംഭവം കൊള്ളാം. ഒരു കിളി പാരറ്റ് പറന്നുപോയി. അതാ പോകുന്നു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. ഇത് ഭയങ്കര സംഭവമാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പലയിടത്തും ഞാനിതിനെ കാണിച്ച് പോയിട്ടേ ഉള്ളൂ. ഇത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. എന്തൊക്കെ സാധനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. +2 ടേക്ക് ഫോട്ടോ. ഫോട്ടോ എടുത്തു. ഇതിൻ്റെ മേളി. ഇത് ഭയങ്കര കേട്ടോ, ഭയങ്കര സംഭവം. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇത് ഭയങ്കര കേട്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ റൈഡേ കയറത്തില്ലേ? ആ റൈഡേ കയറുന്ന ഒരു ഭയങ്കര ഫീലാണിത്. നമ്മളെ ആ ഫീലിൻ്റെ കൂടെ കൊണ്ടുപോകണം. ഉയ്യോ, കാട് നോക്കി തല ഇറങ്ങുന്ന പോലെ. ഒരു ദ്വീപിനകത്ത് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. വൺ സെറ്റപ്പാണ്. തല ഇറങ്ങുന്നു. ഇത് സംഭവം കേട്ടോ. അതേ, തല ഇറങ്ങുന്നു കേട്ടോ. അയ്യോ, ഇതല്ലേ തല ആകാശത്തോട്ട് പോകുന്നു. ഇത് ഭയങ്കര കേട്ടോ. ഇത് എത്ര രൂപ ഇത് ചെയ്യുന്നതിന്? 50 രൂപ. 50 രൂപയ്ക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വീഗാലാൻഡിൽ പോകണമെങ്കിൽ 10,500 രൂപ പെട്രോൾ അടിച്ച് തല ഇറങ്ങുന്നു. അയ്യോ, പോയി. ഇത് ഭയങ്കര കേട്ടോ. എനിവേ, സംഭവിക്കണം. വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ്. അതിനിടയ്ക്ക് സെൽഫിയൊക്കെ എടുക്കാം. ശരിക്കും അതേ കയറുന്ന ഒരു ഫീലാട്ടോ. മാൻ, അവിടെ ആരുടെ കൊട്ടുമൊക്കെ ചെയ്യുന്നുണ്ട്. അതേ, താഴെ വീഴും കേട്ടോ. എനിക്ക് നല്ല വെയിറ്റ് ആണ് കേട്ടോ.
രണ്ടാളുണ്ടോ? നിർത്ത്, തീർന്നല്ലേ? ആ, താഴെത്തി. ഭൂമിക്ക് അടുത്തെത്തി. ഒരു ഫോട്ടോ എടുത്തേക്കാം, മതി. 2 ഫോട്ടോ. സംഭവം സെറ്റാണ്. പാടത്തേലോട്ട് വരുന്നു. എത്തി. ഭയങ്കരമാണ് വെർച്വൽ റിയാലിറ്റി. ഇത് കൊള്ളാം കേട്ടോ, പൊളി. അണ്ണാ ഇത് യൂസ് ചെയ്യണം കേട്ടോ, സത്യം. ഇതൊന്ന് കേറണം കേട്ടോ, നിങ്ങൾ കേറണം. 50 രൂപ കേറിക്കോ. പൊളി സംഭവമാണ്. വീഗലാൻഡ് എനിക്ക് തല വരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വെറൈറ്റിയാണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പലയിടത്തും ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഇവിടെ വന്നല്ലേ? അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? അതൊക്കെ നമ്മുടെ കോന്നി ഫെസ്റ്റിലൂടെ തന്നെ ചെയ്തതിൽ എന്താ പറയാനുള്ള? മില്ലുകാരൻ പറയാനോ? ഓക്കെ, ഞാൻ ഒന്നായിട്ട് പറയാൻ പോകാറ്. എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ, ഞാനാണ് എക്സ്പീരിയൻസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. കാര്യം ഇവിടുന്ന് വീഗലാൻഡിൽ പോകണം ഏകദേശം 10,500-2,000 രൂപ പെട്രോൾ അടിച്ചിട്ട് വേണം ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വെർച്വൽ റിയാലിറ്റിയിൽ അത് ശരിക്കും ഭയങ്കര ഫീൽ ചെയ്തു. എനിക്കത് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ കണ്ട റോബോ പട്ടിക്കുഞ്ഞുണ്ട്. ഹായ്, അവർ യു, ടാറ്റ. ഇതിൻ്റെ എങ്ങനെയാ ഇത്? ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എത്ര രൂപയുടെ മുതലാണ് ഇത് അറിയോ? മെയ്ഡ് ഇൻ ജപ്പാൻ. എത്ര രൂപയുടെ മുതലാണെന്ന് അറിയോ? ഇവ ഇന്നലെ ഞാൻ എടുത്തായിരുന്നു ഇതിനെ പറ്റി. ഇവ ആരാ ഇത് കൺട്രോൾ ചെയ്യുന്നത്? വേറെ ആരെങ്കിലും വന്നോ കഴിക്കാൻ? അല്ല, ആരെങ്കിലും ക്യാമറ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുന്നു? ഓക്കെ. ഏലും വർക്ക് ചെയ്യാനേ? വിനീത ആ മൈക്ക് കയറണേ, അവിടെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പബ്ലിക്കിനോട് അത് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് മാനുവൽ മോഡിൽ ചെയ്യുന്നല്ലേ? ഓക്കെ. വൺ സംഭവമാണ്. അതാണ് എന്നെ ഓടിക്കാനൊക്കെ വരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും വിനീത സാറേ, താങ്ക് യു. വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തതിൽ. അതെ, ഇതിനകത്ത് എന്തോ വലിയ ഇഗ്ലൂവിൻ്റെ പറഞ്ഞു. ഞാൻ നല്ലൊരു പണി തരാം. ഓവർബോർഡ് വേണ്ട, അതിന്റെ കാല ആർട്ടിഫിഷ്യൽ ചേച്ചി നിൽക്കുന്നു. ചേച്ചി വേണ്ട, പ്രൊഫഷണല്ലേ എൻ്റെ പൊന്നെണ്ണ. ഇതിരിക്കും, ഞാൻ വായിച്ചോളാം. പിന്നെ വായിച്ചോളാം. താങ്ക് യു. അപ്പോൾ ഇവിടെ വേണ്ട വേറെ സംഭവങ്ങളുണ്ട്. ഇതിനകത്ത് കയറി അതാണ്ടൊക്കെ സ്പേസിൽ പോകുന്ന സംഭവങ്ങളാണ്. ഇത് പാമ്പ്. ഹായ്, നമസ്കാരം. എല്ലാവരും ഇത് തൊട്ടോ എവിടുന്ന് വരും? അല്ലേ? ഒരുപാട് സംഭവങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? നമസ്കാരം. പറയാനുണ്ടോ? യൂസ് ചെയ്തോ? പാമ്പ് കടിക്കത്തില്ല? ഇല്ല. ഇതിന്റെ പേരെങ്ങനെ? ഇത് ബോൾ പൈതൺ എന്ന് പറയും. ബോൾ പൈതൺ എന്ന് പറയും. എന്താ ഇത്? ആൽബിനോ. ഇത് എത്ര വയസ്സ്? എന്തോ ഏജ് ഉണ്ട് ഇതിപ്പം? ഇതിപ്പം 2 വയസ്സ്. മില്ലുകാരൻ ഏകദേശം എന്ത് റേറ്റ് വരും ഇതിന്? ഇതിപ്പോൾ വലുതൊക്കെ ആയപ്പോൾ ഒരു 80 രൂപ പാമ്പിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് എടുക്കാറുണ്ട്. സെൽഫി പോയിന്റ് അല്ലേ? ഓക്കെ, ഒന്ന് സെൽഫി എടുത്തോട്ടെ. ഇന്നലെ പാമ്പിന്റെ അളിയൊന്നും എത്തിച്ചാലിയാ ഒരു ഉഷാറില്ലല്ലോ അളിയാ. അപ്പോൾ ക്യാമറമാൻ്റെ പേരെങ്ങനെ? പ്രതീഷ്. വിത്ത് ക്യാമറമാൻ പ്രതീഷിനോടൊപ്പം മില്ലുകാരൻ. എൻ്റെ അണ്ണ പണി തരുമോ? എനിക്കൊരു പേടി. ഞാൻ ആദ്യം ഒരു ഭയം. അണ്ണോ ഞാൻ പോവാ. അയ്യോ, കടിച്ചാല് കടിക്കത്തില്ല? ഉറപ്പാണോ? വേണ്ട. അതല്ല, അത് തമാശല്ല. വേണ്ട, അല്ല തമാശല്ല. ഇടല്ലേ പ്ലീസ്. പിടിക്കാം പറഞ്ഞല്ല. നമുക്ക് ഈ പുറത്തോട് കഥയൊക്കെ പറയുന്നത് മൃഗങ്ങൾ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഇതിൻ്റെ ഓടി നോക്കി, ഭയങ്കര സംഭവം കേട്ടോ. വിചാരിച്ചു എൻ്റെ ക്യാമറ അവിടെ അല്ലേ? അയ്യോ, സംഭവം കൊള്ളാം കേട്ടോ. നാക്ക് നോക്കി നല്ല. ഇനി വിഷമില്ലല്ലോ? പെരുമാമല്ലേ ഇത്? പെരുമാമല്ലേ? ഒന്ന് കഴുത്തിട്ടാൽ ഒന്ന് എന്തായാലും എൻ്റെ അണ്ണോ പാമ്പിനെ കഴുത്തിട്ട് താണ്ടവം. അണ്ണാ എടുക്കണോ? താഴെ അണ്ണാ എടുക്കണോ? കഴുത്തെ പിടിച്ച് ഞെക്കത്തൊന്നുമില്ലല്ലോ? കറക്റ്റല്ലേ? സംഭവം സെറ്റാട്ടോ. ഞാൻ കയ്യിൽ നിന്ന് അനങ്ങി പോന്നു. അയ്യോ തമാശ എടുക്കണോ? നീ എടുത്ത് എനിക്കെന്തോ മേലെന്താ.
ഇതിനെ പിടിക്കുന്ന പോലെ. ഓ സത്യം പറയാ കിളി വേണ്ട 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 കടിക്കുന്നില്ല. ഓ മേലം കരച്ചു കേട്ടോ. എനിക്കത് എൻ്റെ കഴിഞ്ഞു പോയി സത്യം. അതല്ല ഞാൻ ഈ പാമ്പ് അല്ല ഫോറസ്റ്റുകാരോട് എപ്പോഴും വഴക്കുണ്ടാക്കും. ആ പാവങ്ങൾ എങ്ങനെ പാമ്പിനെ പിടിക്കുന്നുണ്ടാവും ഇങ്ങനെ. ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം. ഇത് സെറ്റാട്ടോ, ഇത് കലക്കി. അപ്പോൾ എന്തായാലും കണ്ടില്ലേ, കൊള്ളാം, വെരി നൈസ്. ഇവിടെ വന്നാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഇത് പൊളി. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? കടിക്കുമല്ലോ. കയറി 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 പോന്നു. ഇവൻ സെറ്റാട്ടോ കാണാം. സ്രാങ്കോ മാംഗോ ഇഗ്വാന അല്ലേ? ഒന്ന് ട്രൈ ചെയ്യാം. നീയാവോ? ഇതിന് കൈ കുഴപ്പമില്ലോ. അല്ല ചെയ്തല്ല, എന്തായാലും ചെയ്താലോ. അല്ല കൊള്ളാല്ലേ, സെറ്റല്ലേ? ഇഗ്വാന ഇഗ്വാന ഇതിനൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ബോഡി നോക്കി ഭയങ്കര കേട്ടോ. മിക്കവാറും പിള്ളേർ നാക്കിന്ന് നാക്ക് വലിയ നാക്കല്ലേ? അയ്യോ പോലെ പോലെ തോളി കയറാല്ലേ? തോളി ഇരിക്കുവോ? അയ്യാ വാച്ച് ഉടുപ്പ് ഉടുപ്പ് ഉടുപ്പ്. പാമ്പിനെ വെച്ചോ? അറിയാ പൊളിയാ പൊളിയാ. സെറ്റ് കേട്ടോ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഭയങ്കര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ വിട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പേടിയുണ്ടോ? എൻ്റെ അണ്ണോ പേടിയില്ല. പക്ഷെ എൻ്റെ അണ്ണോ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഇത് പോയി, പഞ്ഞീര് പോലെ. ഹായ് കുഞ്ഞിനെ കുഞ്ഞിനെ എടാ ചെല്ലടാ 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 ചെല്ല സെൽഫി പോയിന്റാ. ചെല്ലു കുഞ്ഞിനെ തന്നെ. ഇത് കണ്ടോ പാമ്പിനെ കണ്ടോ? ഇപ്പം എനിക്ക് കടിക്കുമോ? കടിക്കത്തില്ല. കണ്ടോ ഇത് ഭയങ്കര കേട്ടോ. ഞാനിപ്പോൾ കയ്യേരിപ്പോൾ എടുത്തു. ഇപ്പം എനിക്ക് മനസ്സിലായി ഏകദേശം. ഇതിൻ്റെ ബോഡി ഇതാ അല്ലേ? ഭയങ്കര ഭയങ്കര. ഇതിൻ്റെ പേരകാരണം ഓ വളയ്ക്കുന്നു വളയ്ക്കുന്നു. ഭയങ്കര ഇല്ലല്ലേ? അടുത്ത ചുറ്റത്തില്ല, ലൈറ്റ് ആവുന്നില്ല. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അപ്പോൾ എന്തായാലും എല്ലാവരും എക്സ്പീരിയൻസ്. എനിവേ താങ്ക് യു ക്യാമറ എടുത്ത് വീഡിയോ എടുത്തോണ്ടേ. ഓക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എൻ്റെ അയ്യോ ഞാൻ അറിഞ്ഞില്ല, എൻ്റെ നല്ല ജീവൻ പറഞ്ഞു പോയെന്ന്. ഞാൻ ആദ്യമായിട്ടാണ് പാമ്പിനെ. ഓക്കെ പാമ്പിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞു. ഹായ് ഇത് പാമ്പിനെ കിടന്നോ? ഓ ഇതുപോലെ എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കിട്ടിയില്ല കേട്ടോ. ഹായ് നമസ്കാരം ഉണ്ടേ. ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ. എന്നാ പന്തം കണ്ട പെരിച്ചാടിയെ പോലെ നിൽക്കുന്നത് പേരെങ്ങനാ ചോദിക്കട്ടെ? എവിടെ എവിടുന്നാണോ? കൊല്ലം. എന്തൊക്കെയാണ് ഫുൾ മിഠായിസ് ഐറ്റംസ് അല്ലേ? പഴയ മിഠായിലുണ്ട്. നാരങ്ങ മിഠായി, ഗ്യാസ് മിഠായി, നാരങ്ങ മിഠായി, പല്ലുട്ടി 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 പഴുത പൈസ മിഠായി. അപ്പോൾ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നടക്കട്ടെ. ഇതെന്താ? ആനമയിലോട്ടാണോ? ആനമയിലോട്ടാണോ? അതെ അതെ. ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ടോ? ഇത് കഴിഞ്ഞില്ല. എവിടെ ഫുള്ളെടുത്ത് പോവാ. എല്ലാവരും നമ്മൾ മാക്സിമം എല്ലാവരും നമ്മൾ പ്രൊമോട്ട് ചെയ്യും. എല്ലാം നമ്മൾ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ഫോണിലാണ്. എന്തൊക്കെ ഐറ്റംസാ? വെറൈറ്റി എന്തെങ്കിലും ആയുർവേദ പ്രൊഡക്റ്റുകളാണ് കൂടുതലല്ലേ? നിങ്ങളുടെ കമ്പനി എവിടെ? കോയമ്പത്തൂർ അല്ലേ? ഓക്കെ ആയുർവേദ സിദ്ധി കണ്ട്. പാലുണ്ണിക്കാ ഇപ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെന്റ്. കാലിലാണി അല്ലേ? പാലുണ്ണിക്ക് ഇതല്ലേ? ഓക്കെ 7 ദിവസം മതി അല്ലേ? 10 ദിവസം മതി. മാറ്റാം അല്ലേ? ഓക്കെ പൈൽസിൻ്റെ അല്ലേ? ഓക്കെ ഫൈൻ നടക്കട്ടെ. ഇതുണ്ട് പിന്നെ കിഴിയൊക്കെ ഉണ്ട് സാധനങ്ങളൊക്കെ ആയുർവേദ കിഴി. അപ്പോൾ എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ. ഹായ് എല്ലാവരും പോവും. ഹായ് എങ്ങനെ പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണോ? എൻ്റെ മുന്നോ ഞാനൊന്ന് ഉഷാറായി ഇപ്പോൾ പാമ്പിനെ കയറ്റി വെച്ച്. അപ്പോൾ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഡ്രസ്സ് ഇത് നമ്മുടെയാണോ? നമുക്കറിയാവുന്ന ടീമുകളല്ലേ? ചേച്ചി എങ്ങനെയുണ്ട്? ഉഷാറാണോ പരിപാടികൾ? എന്ത് അവിടെ നോക്കുന്നത്? ഒരു സന്തോഷമില്ലല്ലോ. കുഴപ്പമില്ല. ഡ്രസ് ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ട്? 199 തൊട്ടുണ്ടല്ലേ? 399 വരെയുള്ളത് മാത്രമേ കുഴപ്പമില്ല എടുത്തോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി വെറൈറ്റി കുർത്താസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 199 രൂപ മുതൽ 399 രൂപ വരെയുള്ള 899 1000 ആ റേഞ്ചിൽ വരുന്ന ഐറ്റംസ്
ഓഫർ സെയിലിൽ കൊടുക്കുകയാണ്. ഓഫർ സെയിൽ കൊടുക്കും അല്ലേ? ഓക്കെ, ഓഫർ സെയിൽ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊടുക്കുന്ന ടീം എന്തായാലും വളരെ നല്ല ഒരുപാടുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പാർട്ടി വെയർ ഐറ്റംസ് വേണമെങ്കിൽ അവർ ഓൺലൈൻ വഴി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചേച്ചി പോട്ടെ. എന്തോ ഒരു സന്തോഷമില്ലാത്ത നല്ല കുർത്തയൊക്കെ ഉണ്ട് കേട്ടോ, വാങ്ങിച്ചോ. ഓക്കെ, ഇതാണ് മെഗാ ഓഫർ, സ്റ്റൈലിഷ് ലേഡി ക്ലോത്തിങ് മെഗാ ഡിസ്കൗണ്ട് അല്ലേ? നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ പരിപാടിയുണ്ട്, കണ്ടോണ്ടിരിക്കുക അല്ലേ? ഫോട്ടോ ഫ്രെയിം. ഓ, നമസ്കാരമുണ്ട്. എവിടുന്നാണ് വീട്? ഞങ്ങൾ പട്ടാമ്പി. പട്ടാമ്പി അല്ലേ? പട്ടാമ്പിന്ന് വന്നാണ്. എന്തെല്ലാം ഓരോ ഫോട്ടോ ഫ്രെയിം ഉണ്ട്? ഫോട്ടോ ഫ്രെയിം ഉണ്ട്. അതായത് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കും. മൊബൈലിലുള്ള ഫോട്ടോ. മൊബൈലിലുള്ള ഫോട്ടോ. ചേട്ടനാണോ അതിൻ്റെ സൂത്രവാദി? ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ഇസ്മയിൽ. ഇസ്മായിലിൻ്റെ വീട് ഇവിടെ പട്ടാമ്പി. ഗ്രേറ്റ് പട്ടാമ്പി എന്നാണ് അല്ലേ? ഓക്കെ, നൈസ്. കാണാം. അപ്പോൾ അടിപൊളിയായിട്ട് ഇവിടെ വന്ന് ഞാൻ ഫോട്ടോ ഒക്കെ ഫ്രെയിം ചെയ്ത് കൊടുക്കും. 150 രൂപ ഉള്ളൂ. എങ്ങനെ? മൊബൈൽ ഫോട്ടോ 2 മിനിറ്റ് കൊണ്ട് ഫ്രെയിം ആക്കും അല്ലേ? ലൈവായിട്ട് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളാണ്. ഇതുപോലെ ഒരുപാട് ഫോട്ടോ ഫ്രെയിം. ഇതിനായിട്ട് പടമൊക്കെ കേട്ടോ, ഇതിനായിട്ട് പടമൊക്കെ ഉണ്ട്. നമ്മുടെ പടമില്ല. ഇദ്ദേഹത്തെ ഒന്ന് ശരിക്കും പ്രൊമോട്ട് ചെയ്ത് അതെന്താ ഈ ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ എന്താ ഇദ്ദേഹം പറയുന്നത്? പ്രത്യേക പ്രൊമോഷൻ. നമസ്കാരം, പറയും എന്താണ്? നമ്മുടെ നെല്ലിക്കാന്താരി സിറപ്പാ സാറേ. നെല്ലിക്കാന്താരി ഷുഗർ കൊളസ്ട്രോളിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അത്ഭുത പാനീയം. ഓടിക്കാനുള്ള പരിപാടി എല്ലാം ഉണ്ടല്ലേ? അപ്പം നല്ല നെല്ലിക്കാന്താരിയുടെ പാനീയമൊക്കെ കേട്ടോ, നല്ല അടിപൊളി സംഭവമാണ്. ഇതെവിടെ മെയ്ഡിൻ്റെ എവിടാ? തൃശ്ശൂർ. നോക്കിയേ, എക്സ് സർവീസ് മെൻസ്. എക്സ് സർവീസ് മെൻസ് നമ്മളല്ല, അതായത് പുള്ളിക്ക് അത്രയും പ്രായമില്ല. അതല്ല അതിനേക്കാളും ഏജ് എത്രയില്ലെന്നാണ് പറയുന്നത്, മനസ്സിലായോ? പെണ്ണുങ്ങളുടെ വയസ്സും ആണുങ്ങളെ തിരിച്ചാ ഞാൻ ചോദിക്കാം. 10 കൊല്ലം മുന്നേ. അതെ, ചെറിയൊരു ബ്ലോഗറാ. ഇങ്ങനെ വന്നേ പറയായിട്ട് ചോദിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങളുണ്ട്. നല്ല വണ്ണം കുറയ്ക്കാനുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ അല്ലേ? ഞാൻ സർവീസ്മാനാണ്. ഇവിടെ പട്ടാളത്തിലാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. പോട്ടെ, ഹാപ്പി അല്ലേ? ഈ നെല്ലിക്ക ആ സാധനം വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നോർമലി ഇപ്പോൾ സോഡാ സർബത്തിനൊക്കെ ഇപ്പം സ്പെഷ്യൽ ഐറ്റമായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇത് ജ്യൂസ് കൊണ്ടുപോയിട്ടല്ലേ? ഓക്കെ, ഏതായാലും നല്ല പപ്പടം ഒക്കെ ഉണ്ട്. പേരെങ്ങനെ? ചക്കപ്പപ്പടം. പപ്പടം എന്ന് പറയുന്നൊരു സന്തോഷം നോക്കി. ആ ഒരു ക്യൂട്ട്നെസ് അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? പപ്പടം വീട്ടിലുള്ള പപ്പടം പോലെ അല്ലേ? വ്യത്യാസമൊന്നുമില്ല. കൽപ്പാത്തി. ഓ, ചക്കപ്പപ്പടമൊക്കെ ഉണ്ടോ? ചക്ക ഇനി ഇതിന് ഈ ഒരു കാര്യത്തിലൂടെ മാത്രം യൂസ് ചെയ്യാതുള്ള, ബാക്കി എല്ലായിടത്തും യൂസ് ചെയ്ത് ചക്ക ഉണ്ടല്ലേ? ചക്ക, വെളുത്തുള്ളി, ചുവന്ന മുളക്, പച്ചമുളക്, സവാള പപ്പടം. ഓ, എൻ്റെ അണ്ണ പപ്പടത്തിനൊരു നീണ്ട കറവറാനാട്ടോ. തിരുവല്ല ഇപ്പൊ ഫെസ്റ്റ് നടക്കുന്നതിലും ഉണ്ട്. അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ടല്ലേ? അപ്പോൾ എന്തായാലും അത് കൊള്ളാം. സവാള പപ്പടം, ബീട്രൂട്ട് പപ്പടം. ബീട്രൂട്ടൊക്കെ ചുമന്നിരിക്കുമല്ലേ? അതുകൊണ്ടോ? ബീട്രൂട്ട് പപ്പടം, സവാള എന്ത് ചെയ്യും? സവാള ഇതെന്തോ? ചക്ക എവിടെ? ചക്കപ്പപ്പടം എവിടെ? ചക്കപ്പപ്പടം എവിടെ? എല്ലാം ചക്ക കൊണ്ടാ? ഫ്ലേവറാണ് മാറ്റം അല്ലേ? ഓക്കെ, ചക്കയാണ് പ്രധാന ഘടകം. അപ്പോൾ ചക്ക ഒരു വലിയ, അതായത് നമ്മുടെ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഇങ്ങനെ സുലഭമായിട്ട് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഇത് വെറുതെ കളയുമായിരുന്നു. അപ്പോൾ എന്തായാലും ചക്കയൊക്കെ ഓടിക്കട്ടെ അല്ലേ? പോട്ടെ. ഓക്കെ, മറക്കത്തില്ല. പുള്ളി വളരെ തിരക്കിലാണ് ഇപ്പം. ഒന്നും ശ്രദ്ധിക്കാനുള്ള ടൈം ഇല്ല. ഞാൻ എന്റെ കയ്യിലാണ് കെട്ട്. അയ്യോ, നമസ്കാരം. മുങ്ങി ആള് മുങ്ങി. വന്നു കഴിഞ്ഞാൽ അതിനേരം കൊള്ളാം. ഏറടി കൊള്ളാം. ചേട്ടൻ്റെ ഏറടി കൊള്ളാം. അപ്പോൾ എന്തായാലും ലേഡീസ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കമ്മലുകളുണ്ട്. വെറൈറ്റി കമ്മലുകളുണ്ട്. ടാറ്റു പരിപാടിയൊക്കെ ഉണ്ട്. ഹൈ ടാറ്റു ഗൈസ്. ടാറ്റുവിൻ്റെ അച്ഛൻ കാര്യങ്ങളൊക്കെ ആർക്കൊക്കെ ടാറ്റു ഒക്കെ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ജോക്കർ ടാറ്റു ഷോപ്പ് അല്ലേ? തിരുവല്ല രാമഞ്ചിറയുള്ള ജോക്കർ ടാറ്റു ഷോപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എന്താ പറയുക ടൂൾസ് അല്ലേ? പേരെങ്ങനെ? പേര് അമാൻ അല്ലേ? ഓക്കെ, താങ്ക് യു. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആയുർവേദ ചുക്കരിപ്പട്ടിയുണ്ട്, പനക്കൽക്കണ്ടുണ്ട്.
കോന്നിക്കാരൻ, ഞാൻ കൊല്ലം. കൊണ്ടതാണല്ലേ? അതെ, അതായത് ഇവിടെ എല്ലാവർക്കും തൊണ്ടവേദനയും കഫക്കെട്ടും ഉണ്ടെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടാണ് നമ്മളെല്ലാം ഇവിടെ കോന്നിയിലേക്ക് വന്നത്. അതെ അതെ അതെ. ഇപ്പോ ശരിയാണ്. അതിന് പ്രത്യേക കൂട്ടുവല്ലോ ഉണ്ടോ? ഇത് എല്ലാം മസാലയാണെങ്കിൽ എല്ലാം കൂട്ടായിട്ട് കൊടുക്കും. ആ, അല്ലെങ്കിൽ ഇതന്നെ പൊടിച്ചങ്ങ് കഴിച്ചാൽ മതി, കുരുമുളകുമായിട്ട് കഴിച്ചാൽ മതി. തൊണ്ടവേദനയൊക്കെ പമ്പ കിടക്കും. പുളിക്കൊക്കെ ആണെങ്കിൽ 160 രൂപയാണ് ഒരു കിലോ. 160 രൂപയാണ് ഒരു കിലോ പുളിക്ക് അല്ലേ? ശർക്കരയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നടക്കട്ടെ. ഇന്നലെ നമ്മൾ വാങ്ങിച്ചല്ലേ? ഞാനത് യൂസ് ചെയ്തിട്ടോ, വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്ത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നമുക്ക് ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ പറ്റും. ഇത് വലിയ പാറ്റ, എല്ലാ വീട്ടുകാർക്കും ആവശ്യമുള്ള സാധനം. വസ്ത്രത്തെ റിമൂവർ. ഓക്കെ, നടക്കട്ടെ. ഇവിടെ നാട് ഇവിടെ ചങ്ങനാശ്ശേരി. പേരെങ്ങനെ? രാജീവ് അല്ലേ? രാജീവിൻ്റെ പല്ലിക്കളത്തെ സൂപ്പ് അല്ല, പല്ലിയെ കൊല്ലിയിലെ സൂപ്പിലാണ്. അപ്പോൾ എന്തായാലും വീണ്ടും എത്തിയിരിക്കുന്നവർ വീണ്ടും എത്തിയിരിക്കുന്നു. ബെസ്റ്റ്, അടിപൊളി, സൂപ്പർ. ആര് പറഞ്ഞു ഞാൻ യൂട്യൂബ് വ്ളോഗ്? എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഞാൻ തുടങ്ങിയില്ല, തുടങ്ങുന്നേ ഉള്ളൂ. വരുന്ന യൂട്യൂബേഴ്സ് ആണ്. ഉറക്കത്തിൽ അത്രേ ഉള്ളൂ. ചേച്ചി ഫെസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു അല്ലേ? പൊളിയാണോ? എല്ലാം കണ്ടുവരുന്നേ ഉള്ളൂ. തിരിച്ച് അവിടെ നിൽക്കട്ടെ, ഇവിടെ അങ്ങോട്ടാണല്ലോ പോട്ടെ. തിരിച്ചു പോയി. എന്താണെന്നറിയോ, അത് സിസ്റ്റർ ഞാൻ പറഞ്ഞുതരാം. കണ്ട് എന്ത് മേടിക്കണമെന്ന് ആലോചിച്ചിട്ട് തിരിച്ചു വരുന്നതാണ്. അതാണ് കേട്ടോ. പണി തരാം. മില്ലുകാരുണ്ടൊക്കെയുണ്ട്. മുണ്ട് 3 എണ്ണത്തിന് 300 രൂപ, 2 എണ്ണത്തിന് 300 അല്ലേ? പറഞ്ഞു തെറ്റിപ്പോയി. എന്ത് പറ്റി? തിരിഞ്ഞിരിക്കുന്നത് എന്നെ പറ്റി? പറയൂ. 2 എണ്ണത്തിന് മുണ്ട് 300 രൂപ കാണിച്ച്. 300 രൂപയുടെ മുണ്ട് ഏതാണ്? കൈത്തരി മുണ്ടാണ്. നിങ്ങൾ കൈത്തരി എടുത്തോണ്ട് വരുന്ന നിങ്ങളുടെ സ്വന്തമായിട്ട് യൂണിറ്റ് ഉണ്ടോ? കുത്താമ്പള്ളി. അവിടെയും കുത്തപ്പള്ളിക്കാരുണ്ടായിരുന്നല്ലോ. നിങ്ങൾ പ്ലാൻ ചെയ്തേക്ക് പോകണമല്ലേ? ഓഹോ, കൊള്ളാം, വലിയ വിളിയില്ല. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ അവരും കൈത്തരി ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തേ അവിടെ മാറി എന്ന് ചിരിക്കുന്നു. എന്തെങ്കിലും പറയേണ്ട പോലെ പറവായി. ഓക്കെ, അപ്പം നമ്മുടെ ചങ്കുകളൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പൊക്കോട്ടെ എടുത്തോ, പൊക്കോ. ആ, ഇവര് പിടുത്തുകാരല്ല, ലോക്കൽസാ. ഞങ്ങൾ കട്ട ലോക്കൽസാ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ മൊബൈൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. തകർത്ത് പൊളിച്ചോണ്ടിരിക്കുക ഒരു സൈഡിൽ നിന്ന്. പുള്ളി എന്തോ കാര്യമായിട്ട് വായിക്കും. എന്താണ് വിശേഷം? സുഖല്ലേ? പേരെങ്ങനാ? ഹിന്ദി. नाम क्या है? मोहम्मद। किधर से आया? बिहार से। पूरा सामान है ना? ഓക്കെ, മൊബൈലിൻ്റെ എല്ലാ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഒന്ന് ഓടിച്ച് കാണിക്കാം, ഇനി ഓടിച്ച് കാണിക്കാം. ഒരുപാടായി. ആ, ഹായ്, നമസ്കാരം. എന്തുകൊണ്ട് തുണികളൊക്കെ കൊടുക്കുവാണോ? എവിടെ നിന്ന് വരുവാ? ചങ്ങനാശ്ശേരി. വെറൈറ്റി എന്തെങ്കിലുണ്ടോ? വലിയ റെസ്പെക്ട് ഒന്നും വേണ്ടല്ലേ? വലിയ റെസ്പെക്ട് ഒന്നും വേണ്ടത്. തലയിൽ ഇതൊക്കെ എടുക്കുന്നു. പറഞ്ഞോ, എന്താ ഐറ്റം? പുതിയ ഐറ്റംസ് എല്ലാം ഉണ്ടോ? സെറ്റി കവറല്ലേ? പുതിയ മോഡൽ അല്ലേ? ആ, സെറ്റി കവറൊക്കെ ആവശ്യമുള്ളവർക്ക് അവിടെ വന്ന പുതിയ മോഡലാണ്. ഓക്കെ, ഞാൻ ഓടിച്ചു പോവാ. ഇതെന്താ? ആ, ചേച്ചി ഒന്ന് കാണിച്ചപ്പോഴത്തേന് ചേച്ചി ഓടുവാ. ഓക്കെ. എന്റെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? എന്തോ പരിപാടി എല്ലാം. കോസ്റ്റ്യൂം എന്താണ്? പറയൂ. അതെ, നാളെ സത്യമായിട്ട് അത് പറയുന്നില്ലല്ലോ, മിണ്ടുന്നില്ലല്ലോ, സംസാരിക്കുന്നില്ലല്ലോ, എല്ലാം ഓടിച്ചു നോക്കുകയാണ്. ഇവിടുന്ന് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. അതെ, ക്രോക്കറി ഐറ്റംസും എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ലല്ലോ, എല്ലാം ഹാപ്പിയാ അല്ലേ? അപ്പോൾ വാക്കത്തിയും വെട്ടുകത്തിയൊക്കെ ഉണ്ട്. വാക്കത്തിയൊക്കെ മേടിൻ്റെ എവിടാ? ഞങ്ങൾ കോട്ടയം അല്ലേ? അപ്പോൾ ഞങ്ങൾ കോന്നിയിൽ നിന്ന് കോട്ടയത്തേക്ക്, അല്ല, കോട്ടയത്ത് നിന്ന് കോന്നിയിൽ വന്ന് പരിപാടി നടത്തിയിരിക്കുന്നത്. ഇതെന്നെ ഐറ്റം? കരിയില കമ്പിയോ? വൻ സെറ്റപ്പാണെന്ന്. ഇവിടെ നല്ല തെറ്റാലിയൊക്കെ ഉണ്ട്. കുത്തിക്കളയല്ലേ? നിന്നുകൊണ്ട് കുത്തിക്കളയല്ലേ? ജസ്റ്റ് കമ്പി. ആ, തോട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തോട്ടിയൊക്കെ വേണ്ടവർക്കൊക്കെ വരാം. അപ്പോൾ ഇനിയിപ്പോൾ ഓടിച്ചെന്ന് കാണിച്ചങ്ങ് പോകാം. കാര്യം ഒരുപാട് നേരമായി ഞാനിങ്ങനെ നിന്ന് പ്രോഗ്രാം ഉണ്ട്, ഇടയ്ക്ക് കവർ ചെയ്ത് പോകണം അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടച്ച് പരിപാടി കഴിഞ്ഞോ? പോവാമോ? എവിടെ വീട്? പത്തനാപുരം. എന്താ പരിപാടി? പെർഫ്യൂം സത്തർ. എന്നാലും അകത്തൊന്ന് ജസ്റ്റ് കാണിച്ചേക്കല്ലേ? കണ്ട അത്രയൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ? പൊക്കോട്ടെ. ഹാപ്പി അല്ലേ? വെറൈറ്റി എന്തെങ്കിലും ഉണ്ട്? പറ. വെറൈറ്റി. ഐ നീഡ് വെറൈറ്റി. എല്ലാം വെറൈറ്റി. ഞാനേ വെറൈറ്റി അല്ലേ? ഉടുപ്പ് കൊള്ളാമല്ലോ, പൊളിയാണല്ലോ. ഡ്രസ്സിങ് കണ്ടില്ലേ? വെള്ള ഉടുപ്പ് കൊള്ളാം. വാച്ച് കറക്റ്റ് വെള്ള.
അത് തീർക്കുകയാണ്. അത് പേരെങ്ങനാ? എൻ്റെ ഒരു ഷാമിൽ. ഷാമിൽ അല്ലേ? പൊക്കോട്ടെ ഷാമിൽ, ആലപ്പുഴ. ഓക്കെ, നല്ല ഐസ്ക്രീം ഒക്കെ കഴിക്കാം. ഐസ്ക്രീം ഉണ്ടോ? വെറൈറ്റി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വെറൈറ്റി ഉണ്ടോ? ഇല്ല. പൊക്കോട്ടെ. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെ ഓടിച്ചോടിച്ച് നമുക്ക് അങ്ങ് പോകാം. ഇനിയിപ്പോൾ എല്ലാം സെയിം തന്നെ അല്ലേ? ഫുഡ് കോർട്ട് അല്ലേ? ചേട്ടനൊക്കെ നല്ല കാര്യമായിട്ട് പർച്ചേസിങ്. ഇതാ കത്തി. ഹായ്, പല്ലി പാറ്റ കൊതുക്. പേരെങ്ങനെയാണ്? അമൽ ഷാ. വീട് എവിടെ? പത്തനാപുരം. ഓടിച്ചു പോവാണേ. ഒന്ന് M4 മാരിയുടെ കൗണ്ടറുണ്ട്. ചേട്ടോ എന്നാണ് മിക്സിക്ക്? എല്ലാവർക്കും മിക്സി ആണല്ലോ, ലേഡീസിനെല്ലാം. പറയൂ, മിക്സിക്ക് എന്നാ വിലയും കാര്യങ്ങളും പറ. എടുക്കണ്ട വില പറ. വില നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 7500 രൂപയ്ക്ക്. 7500 രൂപയ്ക്ക് ഇല്ലാത്താണോ ഐറ്റം? അതായിട്ട് 7500 രൂപയ്ക്ക് കിട്ടും അല്ലേ? ഡിസ്കൗണ്ട്. കുക്കുവൽ മിഷനും മില്ലും എല്ലാം കൂടെ. ഓ, പാറയോ? ചേട്ടൻ പാറ പൊടിക്കുന്നു കണ്ടില്ലേ? ഭയങ്കരമാണല്ലോ. പാറപ്പൊടി. നീ ക്രഷർ വേണ്ടല്ലോ. വീട് പണിക്ക് ഇത് വാങ്ങിച്ചു വെച്ചാൽ മതിയല്ലോ. അത് ഇതുപോലെ എല്ലാ ഐറ്റങ്ങളും പൊടിച്ചെടുക്കാം. 1150 മോട്ടറാ. 1150 1.5 HP മോട്ടറാണ്. അപ്പോൾ എന്തായാലും വീട് പണിയുന്നവർക്ക് ഉപകാരപ്രദമാവും അല്ലേ? പൊക്കോട്ടെ. അപ്പോൾ എന്തായാലും ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അതായത് ഒരുപാട് എന്തായാലും ഒരുപാട് സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ? ഹായ്, क्या हो गया? नाम क्या है? रमेश किधर है? രാജസ്ഥാനിൽ നിന്ന് വന്നവരാട്ടോ. അവരൊരുപാട് സ്ക്രിപ്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിട്ടു പോകാം. ഇനി ഇവിടെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ നല്ല പോപ്കോൺ ഉണ്ട്. ഹായ്, പോപ്കോൺ ഉണ്ടാക്കുന്നതാണ്. ഹലോ, ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ. കഴിഞ്ഞ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇതന്നെ ഐറ്റം വെറൈറ്റി ആണല്ലോ. പല്ലിയും പാറ്റ അല്ലേ? ഇതന്നെ ഇങ്ങനെ എല്ലാം. ഓക്കെ ഓക്കെ. രാവിലെ എക്സസൈസ് പോകും അല്ലേ? ഇത് കമ്പിയാണോ? ഓ, ജസ്റ്റ് ഇതല്ലേ ഫൈബർ. ഓക്കെ, വെരി നൈസ്. പൊക്കോട്ടെ. ഹാപ്പി. ഓക്കെ, ഇവിടെ പിന്നെ മോതിരമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. I love you എന്നൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. എന്തോ സംഭവം? പേരെഴുതി കൊടുക്കണം. ആയിവാ. ഹായ്, പറയൂ. ഓക്കെ, ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയാണ് കേട്ടോ. ഇതാണ് ഒരു വലിയ ഹൈലൈറ്റ്. എല്ലാ ടൈപ്പ് വണ്ടിയുണ്ട്. അർബൻ ക്രൂയിസ് ഹൈബ്രിഡിൻ്റെ വണ്ടി ടൊയോറ്റോയുടെ. അതുപോലെ തന്നെ ടൊയോറ്റോയുടെ ഗ്ലാൻസ ഉണ്ട്, ടൊയോറ്റോയുടെ EV പഞ്ച്. ഹായ്, ഇത് ടൊയോറ്റല്ല, അത് ടാറ്റയുടെ കേട്ടോ പഞ്ച് കേട്ടോ. അതുപോലെ ടാറ്റയുടെ കേവ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് മൊണ്ടേറോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. മൊണ്ടേറോ അങ്ങനത്തെ ഒരു കമ്പനിയാണ് പേര്. ശരിയല്ല, മൊണ്ട്ര എന്ന് പറയുന്ന ഇലക്ട്രിക് വണ്ടിയാണ്. ഇതൊരു ഇലക്ട്രിക്കിന്റെ തരംഗമാണല്ലോ. ഇവിടെ ഉണ്ട് വെർച്വൽ റിയാലിറ്റി അല്ലേ? റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വെർച്വൽ റിയാലിറ്റി മാത്രമല്ല, സ്റ്റുഡൻസ് ഉണ്ടാക്കിയിട്ടുള്ള റോബോട്ട്സ് ഉണ്ട്. കുട്ടികൾ നിർമ്മിച്ചിട്ടുള്ള റോബോട്ട്. നിർമ്മിക്കുന്ന റോബോട്ടാണ്. ഭയങ്കര ഒച്ചയാണ് അവിടെ കേൾക്കുന്നത്. റോബോട്ടും പാട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് ഇഷ്ടംപോലെ ബൈക്കുകളും കാര്യങ്ങളും ഏത് വണ്ടിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. അതാണ് എനിക്ക് വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ബുള്ളറ്റ്, നല്ല അടിപൊളി നമ്മുടെ ബുള്ളറ്റ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ വനം, കൃത്രിമ വനം. കൃത്രിമ വനമൊക്കെ ഉണ്ടോ? ഓ, ഇതിനകത്ത് ഭയങ്കര ഓഫ് ചെയ്യണോ? വേണ്ടല്ലോ. അപ്പോൾ കൃത്രിമ വനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. കൃത്രിമമായിട്ടുള്ള വനമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഭയങ്കരമാണ്. വനത്തിൽ പണിയെടുക്കുവാണോ? ഇതോ വനത്തിൽ ഫോറസ്റ്റുകാരെ ഒന്ന് പിടിക്കട്ടോ. ഫോറസ്റ്റുകാരെ ഒന്ന് പിടിക്കട്ടോ. അല്ല, കൃത്രിമ വനത്തിൽ പണിയെടുക്കുന്നതിന് ഫോറസ്റ്റുകാരെ ഒന്ന് പിടിക്കുന്നു. പറയൂ എങ്ങനെയുണ്ട് കോന്നി ഫെസ്റ്റിന്? എങ്ങനെയുണ്ട് പറയൂ കാര്യങ്ങൾ. കോന്നി ഫെസ്റ്റ് അതിന്റെ ഫുൾ വൈബിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജയപ്രകാശ് ഏട്ടൻ. ഓക്കെ, ജയപ്രകാശ് ഏട്ടാ പറഞ്ഞോ, എന്തുണ്ട് വേറെ? ഇപ്പൊ എത്ര വർഷമായി ഇതിങ്ങനെ ഈ ഒരു പ്രോഗ്രാം? ഒരു 10 വർഷത്തിൽ കൂടുതലായി. ഇത് 10 വർഷത്തെ നീണ്ടമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ? ഇത് 10 വർഷം അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഞങ്ങൾ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. ജയപ്രകാശ് ഏട്ടൻ്റെ കഥകൾ പറഞ്ഞു. അതുപോലെ ചേച്ചിക്ക് എന്തെങ്കിലും പറയണ്ടോ?
ഏകദേശം 10 വർഷത്തിന് മുമ്പ് അടൂർ പ്രാവശ്യം തുടങ്ങി വെച്ച സംഭവം ഈ കോന്നി ഫെസ്റ്റ് ഇപ്പം ശ്രീ റോബിൻ പീറ്ററിന്റെ നേതൃത്വത്തിലും മറ്റേ ഒരുപാട് നല്ല ആൾക്കാരുടെ നേതൃത്വത്തിലും നല്ല രീതിയിൽ കോന്നി ഫെസ്റ്റ് മുന്നോട്ട് പോകുന്നു. കോന്നിക്കാർക്കുള്ള ഒരു ഉത്സവമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം എന്താണ് പുതിയ വെറൈറ്റി? കഴിഞ്ഞ വർഷം നമുക്ക് ഓഫ് സീസണിലാണ് കിട്ടിയത്. പിന്നെ ഈ ഡിസംബർ വെക്കേഷൻ സമയത്ത് സ്റ്റേഡിയം കിട്ടാഞ്ഞതുകൊണ്ട് ജനുവരി 18 ആരംഭിച്ചത്. അതിൻ്റെതായിട്ടുള്ള പരിമിതികൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൂടി നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് കാര്യമായിട്ട് രീതിയിൽ കഴിഞ്ഞ വർഷത്തേക്കാട്ടിൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു വലിയ ഹൈലൈറ്റ്. ആർട്ടിഫിഷ്യൽ ഫോറസ്റ്റ് ആയിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ആരും അറിയാതെ രഹസ്യത്തിൽ ഫുഡ് കഴിക്കാല്ലേ? കഴിച്ചാ? വേണ്ട കഴിച്ചു. അപ്പൊ എന്തായാലും നല്ല അടിപൊളി പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ, വെറൈറ്റി പായസവും കാര്യങ്ങളൊക്കെ. ഒരു മിനിറ്റ്. മാമ്പഴ പായസം ഉണ്ട്, പാലട, അടപ്രഥമൻ, ചെറുപയർ പായസം, കാറ്റ് പായസം, ചക്ക പായസം, ബീട്രൂട്ട് പായസം, 14 സൈസ് പായസമാണ്. ചങ്ങനാശ്ശേരി. ഒരുപാട് പായസം പറഞ്ഞു തീർക്കണം. ഒരുപാട് വെറൈറ്റി പായസം. അപ്പൊ അതോടൊപ്പം നമ്മുടെ നമ്മുടെ ഒരു ചങ്കുണ്ട് കേട്ടോ. നമസ്കാരം. അറിയോ? പിന്നെ അറിയാലോ. വിശേഷം നിങ്ങളൊരാൾ കാരണമാണ് ഞാനിവിടെ വയ്ക്കുന്നത്. ഓക്കെ, നമസ്കാരം. നമ്മൾ 4-5 ദിനരാത്രങ്ങളായിട്ട് ഇപ്പോൾ നമ്മുടെ കോന്നി ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൾക്കാരെല്ലാവരും അത് എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ഷോ മുതൽ സ്റ്റോളുകളിലൂടെ കയറി ഇറങ്ങി ഇപ്പം തന്നെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ പുതിയ ഒരു അട്രാക്ഷൻ നമുക്ക് കോന്നിയിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതായത് ബേർഡ് ഷോ. പക്ഷികളുടെ ഒരു സങ്കേതത്തിലൂടെ ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ആസ്വദിച്ച് നല്ല കലാപരിപാടികളൊക്കെ ആസ്വദിച്ച് നമുക്ക് കോന്നിയുടെ ഈ ദിനങ്ങൾ, ഈ ക്രിസ്മസ് ദിനങ്ങൾ നമുക്ക് ഉത്സവരാവുകളാക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ദിനങ്ങൾ ഞങ്ങളോട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് നമ്മളോടൊപ്പം എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ട് ഈ ഒരു ക്രിസ്മസ് ദിനങ്ങൾ ആഘോഷിക്കാം. ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? ബിനുമോൻ. ഇതാ ബിൻസാറാണോ ഇതിന്റെ ഓളിന്റെ ആണല്ലേ? ഈ ഓളിനോളൊന്നും അല്ല, എന്നാലും ചെയ്യുന്ന ഭാഗമാണ്. ചെയ്യുന്ന കാര്യത്തിന്റെ ഒരു അപ്രിസിയേഷൻ എപ്പോഴും നമുക്ക് കിട്ടിയേ പറ്റൂ. ഞാനെന്നുള്ള ആളല്ല, ഞങ്ങളൊരു ടീമാണ്. ടീം വർക്കാണ്. ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇതൊരു ടീം വർക്ക് തന്നെയാണ്. കാരണം ഒരേ മനസ്സോടെ കുറച്ച് ആൾക്കാർ ഒരു സംഗതിക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നടക്കുന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കോന്നി ഫെസ്റ്റ്. കോന്നി കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന ഈ കോന്നി ഫെസ്റ്റ്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം. കഴിഞ്ഞ 10 വർഷമായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നല്ലേ? ഓക്കെ, ഞങ്ങൾ മുന്നോട്ട് പോട്ടെ. വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടി 3-ാം ദിവസത്തേക്കാണ് ഇന്ന് കടന്നിട്ടുള്ളത്. വളരെയേറെ പങ്കാളിത്തവും പിന്തുണയും ഈ കോന്നി ഫെസ്റ്റിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വീണ്ടും സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. കാരണം ഇത് നാടിൻ്റെ ഉത്സവമാണ്. കാരണം നാട്ടിലെ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതൊരു പരിധി വരെയെങ്കിലും അത് വിജയിക്കുന്നു എന്നത് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്നു. ഓക്കെ, വളരെ കഴിഞ്ഞ എത്ര വർഷമായി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരിപാടി ആസൂത്രണം ചെയ്യാൻ എളുപ്പമാണ്? അത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു വെല്ലുവിളിയാണ്. എങ്ങനെയുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യത്തെ പരിപാടികൾ? എങ്ങനെയുണ്ട് പരിപാടികൾ? വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം കേരളത്തിൽ ഇതുപോലെ രൂപീകരിച്ച് തുടക്കം കുറിച്ച പല ഇതുപോലെയുള്ള ഫെസ്റ്റുകളും അവസാനിച്ചു. ഇപ്പോൾ നമുക്കറിയാം, പലരും ലിമിറ്റഡ് കമ്പനികൾ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് മാത്രം മോട്ടീവായിട്ടുള്ള ഫെസ്റ്റുകളാണ് പലതും ഇന്ന് നടക്കുന്നത്. പക്ഷേ ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഇതുപോലെയുള്ള ഈ 10-12 ദിവസക്കാലം നടത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. പക്ഷേ അതിന് നമ്മൾക്ക് ഓരോ വർഷവും ശക്തി നൽകുന്നത് ഇവിടെ വരുന്ന ആളുകളോട് നമ്മൾക്ക് നൽകുന്ന പിന്തുണയാണ്. അവർ ഓരോ ഫെസ്റ്റ് കഴിയുമ്പോഴും പറയും അടുത്ത വർഷവും നിങ്ങൾ സംഘടിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പിന്തുണ നാട്ടിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക കാലഘട്ടത്തിൽ ഈ ഫെസ്റ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് വളരെ ശ്രമകരമാണ്. പക്ഷേ ഇപ്പോഴും ഈ 10-ാമത് വർഷം എത്തുമ്പോഴും അത് ഞങ്ങൾ
നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഈ വർഷവും നടത്തുന്നുണ്ട്. പുതിയ തരത്തിലുള്ള പിന്നെ സ്റ്റാളുകൾ, മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഈ വർഷം കോന്നി ഫെസ്റ്റിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെയധികം സന്തോഷം. എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്തതിന്. അപ്പോൾ എന്തായാലും എല്ലാവരും കോന്നി ഫെസ്റ്റിനായിട്ട് വരിക. അതിനകത്തൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്തുള്ള ഒരുപാട് നടന്നു കേട്ടോ. അത് തന്നെ ഒരു വലിയൊരു എക്സസൈസാണ്, ഒരു എക്സസൈസുമാണ്. പിന്നെ വന്ന് ഗാനമേളയൊക്കെ കേൾക്കാം. പിന്നെ ഒരുപാട് പെറ്റ്സും പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പല രീതിയിലുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിവേ എന്തായാലും വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ഗിവിങ് എ വണ്ടർഫുൾ മൂമെൻറ്റ് ഉണ്ട്. തുടക്കം മുതൽ വിനീത എൻ്റെ കൂടെ നല്ല കാര്യമായിട്ട് കോപ്പറേറ്റ് ചെയ്തു. ഇനി ഒരു താങ്ക്സ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നമ്മൾ മറ്റ് പ്രൊമോഷൻസ് ഒക്കെ പെയ്ഡ് അങ്ങനെ ചെയ്യുന്നത്, ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഉത്സവമാണ്, നമ്മുടെ സ്വന്തം. ഇനി 10 ദിവസം കഴിയുമ്പം എന്താകും എന്നുള്ളൊരു സങ്കടമാണ് അല്ലേ സാറ്? അതാണ് വിഷമം. അത് കഴിയുമ്പോഴത്തേക്ക് കാര്യം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ കോന്നിക്കൊപ്പം തന്നെ ഉള്ളതാണ്. കെയർ ഫെഡായിട്ട് വന്നു, ഇതിപ്പോൾ കോന്നി ഫെസ്റ്റായിട്ട് നടക്കുന്നു. ഒരുപാട് ആൾക്കാരുടെ പിന്തുണയുണ്ട് ഇതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഇനിയും പുതിയ വർഷങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്തവണ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഒരുപാട് സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും വരും കാലത്ത് എല്ലാവരുടെയും പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് ഇത് ഭംഗിയായിട്ട് നടത്താൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ തുടക്കം മുതൽ അങ്ങ് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇദ്ദേഹം വീഡിയോ എടുക്കാൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു കാണും. എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് റോബിൻ പീറ്റർ അച്ചാനും അതിൻ്റെ കൂടെ നിൽക്കുന്ന സംഘാടകർക്കും എല്ലാവർക്കും. ഓക്കെ, ഇനി